കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഏത്തപ്പഴം കണ്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഏത്തപ്പഴത്തിൻ്റെ മധുരം നോക്കി പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്ക് പഴം നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ ഒരു സ്മാഷർ ഉപയോഗിച്ച് ഉടച്ചെടുത്താൽ മതി. മിക്സിയിൽ അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. മൈദ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മൈദ ചേർക്കാം. അടുത്തത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ബേക്കിംഗ് സോഡയാണ്. കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരല്പം കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി തിക്കായിട്ട് എടുക്കണ്ട, ഒരിത്തിരി ലൂസായിട്ട് എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി മാവ് ഒരിത്തിരി ലൂസായിട്ടിരിക്കണതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഴം കുറേശ്ശെയായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ കോരി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇത് ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. മൈദ ഇഷ്ടമുള്ളവർക്ക് മൈദ ചേർത്ത് തന്നെ ഉണ്ടാക്കാം. നമുക്കിത് എണ്ണ മാറ്റി ഓരോന്നായിട്ട് കോരിയെടുക്കാം. വീണ്ടും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതും അതേപോലെ തന്നെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് നമുക്ക് ഇതേപോലെ കോരി മാറ്റിയെടുക്കാം. 3 പഴം ഉണ്ടെങ്കിൽ നമുക്കിത് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. കണ്ടില്ലേ, പൊളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിരിക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ ഒന്നും ടേസ്റ്റ് ഇല്ല. ഇനി ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് മൈദ ചേർത്തും ഇതുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.